ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സെഫന്യാവ് 3:17. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായ നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. യഹോവയായ ദൈവത്തെ സേവിക്കുന്നത് മാറ്റിവെച്ചുകൊണ്ട് വിഗ്രഹാരാധനയിലേക്ക് കടക്കുകയും ആകാശത്തിലെ സൈന്യമാകുന്ന നക്ഷത്രങ്ങളെ പൂജിച്ചു പോന്നിരുന്ന യഹൂദയുടെ മേൽ വരുന്ന ന്യായവിധിയാണ് സെഫന്യാ പ്രവാചകൻ 1-ാം അധ്യായത്തിൽ പ്രഖ്യാപിക്കുന്നത്. 2-ാം അധ്യായത്തിൽ തന്നെ അന്വേഷിക്കുകയും നീതി അന്വേഷിക്കുകയും സൗമ്യത അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് യഹോവയുടെ കോപദിവസത്തിൽ മറഞ്ഞിരിക്കാം എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. തന്നിലേക്ക് നോക്കുകയും തന്നിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരെ ദൈവം രക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു എന്നുള്ള വാക്യം ഉറപ്പിച്ചു പറയുന്നത് ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള അടുപ്പവും അവരുടെ ഇടയിലുള്ള തൻ്റെ സാന്നിധ്യവുമാണ്. അവൻ ദൂരസ്ഥനായിരിക്കാതെ തൻ്റെ ജനത്തിൻ്റെ വിഷയങ്ങൾ അറിയുകയും ഇടപെടുകയും ചെയ്യുന്നവനാണ്. ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തൻ്റെ ജനത്തെ വിടുവിക്കുവാനും സംരക്ഷിക്കുവാനും ശക്തനാണവൻ. തൻ്റെ ജനത്തിൽ അത്യന്തം സന്തോഷിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും സമാധാനത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഘോഷത്തോടെ തൻ്റെ ജനത്തിൽ സന്തോഷിക്കുന്ന ദൈവമാണവൻ. സർവശക്തനായ ദൈവം ശത്രുക്കളിൽ നിന്ന് നമ്മെ വിടുവിക്കും, ഭയങ്ങളിൽ നിന്ന് വിടുവിക്കും, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശാപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ യാഗം അർപ്പിക്കുവാൻ ഏൽപ്പിച്ചത് തന്നെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. യേശു ക്രിസ്തു നമ്മുടെ മധ്യയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരുടെയും മേൽ അവൻ നിത്യജീവനെ നൽകുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏവരിലും കർത്താവ് സന്തോഷിക്കുന്നു. ദൈവഹിതം എന്താണെന്നോ, തൻ്റെ എല്ലാ മക്കളും ദൈവത്തോടുള്ള മറുതലിപ്പ് വിട്ട് തന്നെ അന്വേഷിക്കണമെന്നും തന്നിലേക്ക് തിരിയണമെന്നും തന്നിൽ സ്വസ്ഥത കണ്ടെത്തണമെന്നുമാണ്. ദൈവിക സ്നേഹവും സമാധാനവും സന്തോഷവും പ്രത്യാശയും എല്ലാം തൻ്റെ മക്കളിലേക്ക് പകരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്തം ഏറ്റെടുത്തുകൊണ്ട് ഏവർക്കും മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് us all.